ഇന്ന് എന്തൊക്കെയാണ് കുക്ക് ചെയ്തതെന്ന് നോക്കിയാലോ. അപ്പോൾ ഇന്ന് കാലത്ത് എണീറ്റപ്പോൾ തന്നെ ചായലാട്ടോ തുടക്കം. ഈ ശീലം മാറ്റണം എന്ന് വെച്ചാൽ എന്ന് മാറ്റാനാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ആദ്യം കുറച്ച് ഷുഗർ എടുത്ത് ചൂടാക്കിയിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു. ഇനി അതൊന്ന് തിളച്ച് വരും. അതിലേക്ക് ചായപ്പൊടിയും കൂടി ഇട്ടിട്ട് കടുപ്പത്തിനനുസരിച്ച് ഒന്ന് ഡാർക്കാക്കി എടുക്കുക. എന്നിട്ട് അതൊരടിച്ച് 1/4 കപ്പോളം അതൊഴിച്ച്. പിന്നെ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഈ ടോണ്ട് മിൽക്കാണ്. ഇത് ഫുൾ ക്രീമാണ്. ഇത് ഓൾറെഡി ബോയിൽ ചെയ്തതാണ്. അപ്പോൾ പിന്നെ നമ്മൾ വീണ്ടും ബോയിൽ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് കുറച്ച് ഒഴിച്ച് കഴിഞ്ഞാൽ എക്സാക്റ്റ് ഈ ഒരു കളർ കിട്ടും. എനിക്ക് എന്താണെന്നറിയില്ല, ഈ ചായ അതുപോലെ പുറത്തുനിന്നുള്ള ചായയുടെ ടേസ്റ്റാണ് കൂടുതൽ ഇഷ്ടം. നാട്ടിലൊക്കെ വീട്ടിലുണ്ടാക്കുന്ന നമ്മുടെ സാധാരണ നാടൻ പാലിനേക്കാളും എനിക്ക് കൂടുതൽ ഇഷ്ടം പാൽപ്പൊടി ഇങ്ങനെയുള്ളതൊക്കെ കേട്ടോ. എനിക്ക് എന്താണെന്നറിയില്ല, ചായയുടെ കാര്യത്തിൽ ഇങ്ങനെയുള്ളൊരു ടേസ്റ്റ് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം. ബട്ട് ഹെൽത്ത് വൈസ് നോക്കുകയാണെങ്കിൽ അതാണ് നല്ലത്. വല്ലപ്പോഴും ചായ ഉണ്ടാക്കുന്നതൊക്കെയാണെങ്കിൽ ഇങ്ങനെ കഴിക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല കേട്ടോ. പക്ഷെ ഞാനിതിപ്പോൾ എല്ലായ്പ്പോഴും കഴിക്കുന്നുണ്ട്. പിന്നെ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് ചായ ഉണ്ടാക്കുകയാണെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. എനിക്കെന്തായാലും ഈ ഒരു ടേസ്റ്റാണ് ഇപ്പോഴും ഇഷ്ടം. അപ്പോൾ അങ്ങനെ കാലത്തെ ചായയിടലോടുകൂടി കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വരെ അവസാനിച്ചിട്ടോ. ഇനി ഉച്ചയ്ക്കുള്ള എന്തെങ്കിലും കുക്കാക്കണ്ടേ. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് സാമ്പാർ ഉണ്ടാക്കാമെന്ന്. പക്ഷേ എക്സാക്റ്റ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാമ്പാറിൻ്റെ മെയിൻ മുരിങ്ങയ്ക്കയും വെണ്ടക്കായും ഒന്നും എൻ്റെ കയ്യിലില്ല. ഉള്ള വെജിറ്റബിൾസ് വെച്ചിട്ട് സാമ്പാറാക്കിട്ടോ. അപ്പോൾ ഇതിനായിട്ട് കുറച്ച് ഉരുളക്കിഴങ്ങും പിന്നെ കുറച്ച് പാവയ്ക്ക അരിഞ്ഞതും, എൻ്റെ അടുത്തുണ്ടായത് കുറച്ച് ചിരക്കയാണ്. അപ്പോൾ അതും വലിയ പീസായിട്ട് അരിഞ്ഞു. ഒരു വലിയ തക്കാളി, അതുകൊണ്ട് ഞാൻ പുളി ഒഴിച്ചില്ല, അത് വലിയ തക്കാളിയായിരുന്നു. പിന്നെ എനിക്ക് പുളി അധികം ഒഴിക്കുന്നത് ഇഷ്ടമല്ല കേട്ടോ. പിന്നെ പച്ചമുളക്, സവാള, കുറച്ച് കറിവേപ്പില, ഇതെല്ലാം ഇട്ട് പിന്നെ ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഹോം മെയ്ഡ് സാമ്പാർ പൊടി ഉണ്ട്, അതും കൂടി ഇട്ട് കഴിഞ്ഞാൽ അതിൽ തന്നെ എല്ലാം ഉണ്ട് കേട്ടോ. കായൊക്കെ അതിട്ട് കഴിഞ്ഞാൽ പിന്നെ വേറൊരു സ്മെല്ലാണ് സാമ്പാറിൻ്റെ. വേറെ ഒന്നും നമുക്ക് ചേർക്കേണ്ട കാര്യമില്ല. അത്ര ഈസിയാണ് കേട്ടോ. ഇനി ശരിക്കും വറുത്തരച്ച സാമ്പാറിൻ്റെ റെസിപ്പിയൊക്കെ എനിക്കറിയില്ല കേട്ടോ. സാമ്പാർ ശരിക്കും എനിക്ക് ഇങ്ങനെ ഉണ്ടാക്കാൻ അറിയാം. അതാണ് കുറച്ചും കൂടി ഈസി. അങ്ങനെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുക്കർ മൂടി വെച്ചു. ലോ ഫ്ലെയിമിൽ ഒരു 2 വിസിലടിച്ചപ്പോഴത്തേനും കഷ്ണങ്ങളെല്ലാം വെന്ത് വന്നു കേട്ടോ. ഇനി ഇതിലേക്കുള്ള വറവൽ ആക്കാം. അതിന് കുറച്ച് വറ്റൽമുളകും കടുകും ഉലുവയും ഒന്ന് ജസ്റ്റ് പൊട്ടിച്ചെടുത്ത് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും പിന്നെ ഒരു കറി മസാല ഉണ്ട്. അതിൽ തന്നെ ഉപ്പ്, മഞ്ഞൾ എല്ലാം മിക്സ് ചെയ്തിട്ട് വരുന്ന ഒരു കറി മസാല ഉണ്ട്. അതും കൂടി ഇട്ട് ജസ്റ്റ് ഒന്ന് വറവലാക്കി അതിലേക്കിട്ടപ്പോൾ സാമ്പാർ റെഡി. നല്ല മണമായിരുന്നു, അതേപോലെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞാനെടുത്തത് കുറച്ച് ചെറുപയറാണ്. ആക്ച്വലി ഇത് ഞാൻ വെള്ളത്തിലിടാൻ മറന്നുപോയായിരുന്നു. കുറച്ചേരൊന്ന് സോക്ക് ചെയ്തിട്ട് 2-3 വിസിലടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിലേക്ക് നേരത്തെ ഞാൻ പറഞ്ഞ ആ കറി പൗഡർ ഇതിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ സെപ്പറേറ്റ് ഇടേണ്ട കാര്യമില്ല. അപ്പോൾ അതും ഇട്ട് ഒരു 3 വിസിലടിച്ച് അത് വേവിച്ചിട്ട് വറവല ആക്കി സവാളയിൽ ഈ മസാലയും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് അതൊന്ന് വറുത്തെടുത്തിട്ട് അതും കറിയിലിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നന്നായി ഒന്ന് വറ്റിച്ചിട്ടു. അപ്പോൾ ചെറുപയറും തോരനും ശരിയായിട്ടോ. പിന്നെ കുറച്ച് മീൻ വറുത്തതും പപ്പടമൊക്കെ ആയപ്പോൾ ഇന്നത്തെ എൻ്റെ ഈറ്റിംഗ് ഡേ, അല്ലെങ്കിൽ ഇന്ന് ലഞ്ചിനുള്ളതെല്ലാം റെഡി. അപ്പോൾ ഇത് ഉച്ചയ്ക്ക് ഹെവി ആയതുകൊണ്ട് ഇനി വൈകുന്നേരം ലൈറ്റായിട്ട് ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇനി എനിക്ക് മാറ്റണം എന്നുള്ളൊരു ശീലം ഈ 2026 എൻ്റെ ഈ ഒരു ടീ ലവറാണ് ഞാൻ. അപ്പോൾ ആ ഒരു ടീ ലവിങ് ഒന്ന് മാറ്റിയെടുക്കണം. അപ്പം ഇനി വീണ്ടും കാണാം. അതുവരെയ്ക്കും ബൈ.